ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഒറ്റപ്പാലം നഗരത്തോട് ചേർന്ന് ഈസ്റ്റ് ഒറ്റപ്പാലത്ത് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗതാഗത കുരുക്ക് മുറുകി. പുതിയ പാലം നിർമ്മാണത്തിനിടെ നിലവിലെ റോഡിൽ മണ്ണിടിഞ്ഞ് രൂപപ്പെട്ട ഗതാഗത കുരുക്കാണ് വീണ്ടും രൂക്ഷമായത്. കഴിഞ്ഞ ദിവസം തുടങ്ങിയ ഗതാഗത നിയന്ത്രണവും ഹർത്താൽ ആഹ്വാനത്തെ തുടർന്ന് താരതമ്യേന വാഹനങ്ങൾ കുറഞ്ഞതുമാണ് കഴിഞ്ഞ ദിവസം കുരുക്കൽപ്പം കുറയാൻ സഹായകമായത്. പാലക്കാട് കുളപ്പള്ളി പാതയിൽ ലക്കിടി മംഗലത്ത് നിന്നും വാണിയംകുളത്ത് നിന്നുമായി ഒറ്റപ്പാലം ടൗണിലേക്ക് പോകേണ്ടതില്ലാത്ത വാഹനങ്ങളെ വഴിതിരിച്ചു വിടുന്നുണ്ടെങ്കിലും ബുധനാഴ്ച കുരുക്കിന് അയവ് കണ്ടില്ല. ഡ്യൂട്ടിക്ക് മതിയായ പോലീസിനെ ലഭിക്കാതിരുന്നതും തിരിച്ചടിയായി. കഴിഞ്ഞ ശനിയാഴ്ച പഴയ പാലത്തിന്റെ കിഴക്ക് ഭാഗത്താണ് സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് റോഡിന്റെ ഒരു ഭാഗം തകർന്നത്. ഇതോടെ ഇവിടെ ഒറ്റവരി ഗതാഗതമായി. അതേസമയം റോഡ് തകർന്ന ഭാഗത്ത് കോൺക്രീറ്റ് ജോലികൾ തുടങ്ങി. കോൺക്രീറ്റ് പൂർത്തിയാക്കാനും ഇത് ബലപ്പെടാനുമായി ഇനിയും 10 ദിവസമെങ്കിലും വേണ്ടിവരും. ഇതിനുശേഷം പടിഞ്ഞാറ് ഭാഗത്തും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനുണ്ട്. ഇവിടെയും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്നാണ് PWD ബ്രിഡ്ജസ് വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ. ഈസ്റ്റ് ഒറ്റപ്പാലം തോടിന് കുറുകെ നിലവിലെ പാലത്തിന് സമാന്തരമായാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം. ഇത് പൂർത്തിയാകുന്നതോടെ ഇരു പാലങ്ങളും ഗതാഗതത്തിന് പ്രയോജനപ്പെടുത്തും. പഴയ പാലത്തിന്റെ അപ്രോച്ച് റോഡിന് ചേർന്ന് സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനിടെയായിരുന്നു മണ്ണിടിച്ചിൽ. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.